ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ITI പാസ്സായവർക്കും ഒരു സുവർണ അവസരം എത്തിച്ചേർന്നിരിക്കുകയാണ്. KSEBയിൽ 985-ലധികം വേക്കൻസിയുടെ ഓർഡർ ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. PSCക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ PSC നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ് KSEB വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ തസ്തികയിലേക്ക്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ആവശ്യകതയെന്ന് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുമ്പോഴത്തേക്കും 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം. 10ാം ക്ലാസ് ഉറപ്പായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? പാസ്സായിട്ടുണ്ടായിരിക്കണം. നോക്കിയേ, 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം പോരാ, അല്ലെങ്കിൽ എന്താണ്, അതോടൊപ്പം തന്നെ ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ടെക്നിക്കൽ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും പാസ്സായാലും ഈ കോഴ്സിന് അല്ലെ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നേരത്തെ ആയിരുന്നെങ്കിൽ KSEBയിലെ മസ്ദൂർ തസ്തികയിൽ ഇങ്ങനെ അല്ലായിരുന്നു ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് പാസ്സാവേണ്ട ആവശ്യകത നേരത്തെ ഇല്ലായിരുന്നു അല്ലേ. 10ാം ക്ലാസ് തോറ്റവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പോസ്റ്റായിരുന്നു എന്താണ് KSEB മസ്ദൂർ എന്ന് പറയുന്നത് അല്ലേ. 4ാം ക്ലാസ് ജയിച്ചവർക്കും അതുപോലെ തന്നെ 10ാം ക്ലാസ് ജയിക്കാത്തവർക്കും അല്ലേ, അതിൻ്റെ ഇടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റായിരുന്നു നേരത്തെയെങ്കിൽ. ഇപ്പോൾ അത് മാറിയിട്ട് 10ാം ക്ലാസ് പാസ്സായവർക്ക് അല്ലേ, 10ാം ക്ലാസ് പാസ്സാവുകയും അതുപോലെ തന്നെ 2 ഇയേഴ്സ് അല്ലേ, 2 വർഷത്തെ ITI എന്താണ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റോ അല്ലേ, ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാനിൽ അതും പാസ്സായിരിക്കണം. അപ്പോൾ 2 വർഷത്തെ ITI കൂടെ അല്ലേ, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ KSEB മസ്ദൂർ അല്ലെങ്കിൽ വർക്കർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പോസ്റ്റിൽ KSEB വർക്കർ ഈ പോസ്റ്റിൽ വരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ടെക്നിക്കലി നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാരണം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ITI പാസ്സായവരെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവർക്ക് കിട്ടുന്ന പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈൻമാൻ, അതുപോലെ തന്നെ ഗ്രേഡ് 2 ഗ്രേഡ് 1 അങ്ങനെ പ്രൊമോഷനും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ക്വാളിഫിക്കേഷൻ ഇങ്ങനെ ഒരു ചേഞ്ച് തന്നെ കൊണ്ടുവന്നതിൻ്റെ പ്രധാന കാരണം. ഇനി അടുത്തത് നോക്കാം. നോക്കിയേ, ഹൈറ്റ് വരുന്നത് നേരത്തെ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നേരത്തെ ഈ KSEB മസ്ദൂർ തസ്തികയിലേക്ക് സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പ്രകാരം സ്ത്രീകൾക്കും എന്താണ് KSEB വർക്കർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലേ. ഹൈറ്റ് വരുന്നത് നോക്കുക, പുരുഷന്മാർക്ക് 5 അടി 2 ഇഞ്ചും അല്ലെങ്കിൽ 157.48 സെൻറ്റിമീറ്ററും, സ്ത്രീകൾക്കാണെങ്കിൽ 4 അടി 9 ഇഞ്ചും അല്ലെങ്കിൽ 144.78 സെൻറ്റിമീറ്ററുമായിരിക്കണം ഹൈറ്റ് വരേണ്ടിയിരുന്നത് അല്ലേ. ഇനി വിഷൻ ആണെങ്കിൽ നോക്കുക, വിഷൻ ആണെങ്കിൽ എന്താണ്, നോർമൽ ആയിരിക്കണം, ഫ്രീ ഫ്രം കളർ ബ്ലൈൻഡ്നെസ്. മനസ്സിലായല്ലോ, കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് ഈ തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല. മനസ്സിലായോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ്. കണ്ടോ, ശ്രദ്ധിക്കുക. മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ഫോർ ഔട്ട്ഡോർ വർക്ക്സ്. അറിയാലോ, KSEBയിലെ വർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പോസ്റ്റിൽ കയറേണ്ടി വരും, സ്വാഭാവികമായിട്ട് പോസ്റ്റിൽ കയറണം അല്ലേ. 8 മിനിറ്റ് ഉണ്ട് അത് ടെസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 8 മിനിറ്റ് കൊണ്ടായിരിക്കണം ആ പോസ്റ്റിൽ കയറേണ്ടത്. മനസ്സിലായണോ. അതാണ് അവിടുത്തെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്. ഫിറ്റ്നസ് ഉള്ളവർക്ക് മാത്രമേയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഫിറ്റ്നസ് ഇല്ലാത്തവർ എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്യരുത്. കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും പോസ്റ്റിലൊക്കെ കയറേണ്ടി വരും, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഇപ്പോൾ ഔട്ട്ഡോർ വർക്ക് ആയിരിക്കും എന്നറിയാമല്ലോ KSEBയിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്നവർ മാത്രം എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാം. അപ്പം നോട്ടിഫിക്കേഷൻ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വരുമെന്നുള്ള കാര്യത്തിലെല്ലാം നമുക്ക് ഉറപ്പായിട്ടുണ്ട്. KSEBയുടെ എന്താണ് ഓർഡർ വന്നിട്ടുണ്ട്, സർക്കാർ ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ PSCക്ക് വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വരുന്ന നോട്ടിഫിക്കേഷനിൽ ഉറപ്പായിട്ടും ഈ 985 വേക്കൻസി വെച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ KSEB വർക്കർ തസ്തികയിലേക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നോട്ടിഫിക്കേഷൻ വരുന്നതും കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ റാങ്ക് ഒക്കെ വേറെ പിള്ളേർ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർ കി അക്കാഡമിയിൽ ഉടൻ തന്നെ KSEB വർക്കർ തസ്തികയിലേക്കുള്ള കോഴ്സ് ആരംഭിക്കുകയാണ്.
അപ്പോൾ ഉടൻ തന്നെ ഞങ്ങളുടെ പുതിയ കോഴ്സിൽ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. KSEB വർക്കർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. ബൈ.